ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്തെ 373 മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നതായിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിൽ കടന്നു വന്നത്. വലിയ ചർച്ചയായിരുന്നു ഈ വിഷയത്തിൽ ഉണ്ടായത്. വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചപ്പോൾ ഒടുവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്: രാജ്യത്തെ വോട്ടിംഗ് മെഷീനുകളിൽ വോട്ട് രേഖപ്പെടുത്താനെത്തിയത് പ്രേതങ്ങളാണോ എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിച്ചത്. എത്രത്തോളം അതംബദിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്രോതസ്സുകളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ, വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും ഇങ്ങനെയുള്ള ഒരു പ്രതികരണം നടത്തി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഇല്ലാതാക്കുകയായിരുന്നു അവർ. എന്നാൽ ഈ വിഷയത്തിൽ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? പ്രതിപക്ഷം എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത്? വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് എന്ത് നിലപാടെടുത്തു? കോൺഗ്രസ് വ്യക്തമായിട്ടുള്ള നിലപാടാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രാജ്യത്തെ EVM മെഷീനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കാൻ രാജ്യത്ത് നിന്നുള്ളവരല്ല, വിദേശ സഹായം തേടാൻ ഒരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി. അവിടെ നിന്ന് വിദഗ്ധന്മാർ രാജ്യത്തേക്ക് കടന്നു വന്ന് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി, വ്യക്തമായ പരിശോധന നടത്തി, അതിലൂടെ തെളിവുകൾ ലഭിച്ചാൽ ഉടൻ തന്നെ പരസ്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവുകൾ ഹാജരാക്കാൻ തയ്യാറാവുകയാണ് രാഹുൽ ഗാന്ധി. അതിലൂടെ നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ കൃത്യമായി മുന്നോട്ട് പോവുകയും കൃത്യമായ മറുപടി സർക്കാരിന് നൽകി മോഡി സർക്കാരിനെ വീഴ്ത്താൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ തെളിവുകൾ ലഭിക്കണം. തെളിവുകൾ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള തെളിവുകൾ. വ്യക്തമായ തെളിവുകൾ എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെടണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെടണം എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബോധ്യപ്പെടുത്തുകയും ഈ വിഷയം സുപ്രീം കോടതിയിൽ വ്യക്തമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാകും. അതുമാത്രമല്ല, നിലവിൽ രാഹുൽ ഗാന്ധിയുടെ ഈ മുന്നോട്ടുള്ള പോക്കിന് കൃത്യമായിട്ടുള്ള പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് മമതയും കടന്നു വന്നിട്ടുണ്ട്. മമതാ ബാനർജി ശക്തമായിട്ടുള്ള നീക്കങ്ങളാണ് നിലവിൽ ബംഗാളിൽ നടത്തുന്നുള്ളത്. അതിനിടയിൽ ഇന്ത്യ ടുഡേ ഇന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. വ്യക്തമായി പറയുന്നുണ്ട് മമതാ ബാനർജി, രാജ്യത്തെ EVM മെഷീനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ ക്രമക്കേടുകളെ കുറിച്ച് പഠിക്കാൻ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോ ഉദ്യോഗസ്ഥരോ തയ്യാറാവാത്തതാണ് ഇത്തരം പ്രവർത്തികളെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് എന്നാണ് മമത മുന്നോട്ട് വെക്കുന്നുള്ളത്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ EVM മെഷീനുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ച വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് ആ വിവരങ്ങളെ മുന്നിൽ നിർത്തി ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് തെളിവുകൾ ഹാജരാക്കാൻ മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം: രാജ്യത്തെ BJP ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ ഹിന്ദി ഹൃദയഭൂമിയിലും നിലവിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും, ഉദാഹരണത്തിന് ഒരിടത്ത് JDU സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത് 1700 വോട്ടുകൾക്കാണ്. എന്നാൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഈ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ എണ്ണിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നിലവിൽ അവിടെ പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന സാഹചര്യം വരെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ അമേത്തിയിൽ വരെ ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി. ആ വ്യക്തമായിട്ടുള്ള പദ്ധതി വിദേശത്തുള്ള വിദഗ്ധന്മാരെ കൊണ്ടുവന്ന് വ്യക്തമായ പരിശോധന നടത്തിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും മറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളുടെയും ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.